ഹായ് എവരിവൺ, ഡോക്ടർ ഷിഹാബ് പാലക്കലാണ്. ഇന്ന് രക്തത്തിലെ ഷുഗർ സ്പൈക്ക് കുറയ്ക്കാനും അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ നിമിഷം ലോകത്ത് ഏകദേശം 40% മുതിർന്ന ആളുകൾക്ക് പ്രീ ഡയബറ്റീസോ അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസോ ഉണ്ട്. അതായത് ഏകദേശം 2 പേരിൽ ഒരാൾ മരണസാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു മെറ്റബോളിക് രോഗവുമായി ജീവിക്കുകയാണ്. ഇത് പ്രമേഹത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല വർദ്ധിപ്പിക്കുന്നത്, മറിച്ച് ഹൃദ്രോഗം, സ്ട്രോക്ക്, വൃക്കരോഗം, തലച്ചോറിന്റെ രോഗങ്ങൾ തുടങ്ങിയ നിരവധി രോഗങ്ങളുടെ സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യം പലരും ഡോക്ടറിൽ നിന്ന് കേൾക്കാറില്ല. സാധാരണ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ചില ലക്ഷണങ്ങളുമായി നിങ്ങളുടെ ഡോക്ടറെ കാണും. അപ്പോൾ ഡോക്ടർ പരിശോധന നടത്തി നിങ്ങൾക്ക് പ്രമേഹമെന്ന് പറയും. പിന്നീട് ജീവിതശൈലി എങ്ങനെ മാറ്റണമെന്ന് വിശദമായി പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു മരുന്ന് എഴുതിത്തരും, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞ് വീണ്ടും HbA1c പരിശോധിക്കാം എന്ന് പറയുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? പലരും കരുതുന്നത് രക്തത്തിലെ ഷുഗർ കൂടുന്നതാണ് രോഗമെന്നാണ്. പക്ഷെ യഥാർത്ഥ പ്രശ്നം അതല്ല. യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഇൻസുലിനെ കേൾക്കാൻ സാധിക്കാതെ വരുന്നതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് വർഷങ്ങളോളം നിശബ്ദമായി ശരീരത്തിനുള്ളിൽ വളരുന്ന ഒരു അവസ്ഥയാണ്. അതിനുശേഷമാണ് രക്തത്തിൽ ഷുഗർ ഉയരുവാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ഒന്നാമതായി ഇന്നത്തെ ഭക്ഷണ രീതി. അതായത് അൾട്രാ പ്രോസസ്ഡ് ചെയ്തിട്ടുള്ള അമിതമായി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ പഞ്ചസാരകൾ, ദിവസം മുഴുവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ വ്യായാമക്കുറവ്, ഇവയെല്ലാം തന്നെ ശരീരത്തെ 24 മണിക്കൂറും കൊഴുപ്പ് സംഭരിക്കുന്ന ഒരു മോഡിൽ നിലനിർത്തുന്നു. അപ്പോൾ ഇതാണ് പ്രധാനമായും ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണം. ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഏത് രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് വെറും ഒരു പ്രമേഹമല്ല, മറിച്ച് ഇത് ബന്ധമുള്ളത് ഹൃദ്രോഗം, അതുപോലെ തന്നെ സ്ട്രോക്ക്, വൃക്ക തകരാറുകൾ, ഡിമെൻഷ്യ, ചില ക്യാൻസറുകൾ, ഇവയൊക്കെ കൂടി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ എപ്പോഴാണ് അപകടം തുടങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് രോഗനിർണയം ലഭിച്ച ദിവസമല്ല, അതിന് 10-20 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഇത് ശരീരത്തിൽ തുടങ്ങുന്നത്. അപ്പോഴേക്കും നിങ്ങളുടെ ഹൃദയത്തിലും തലച്ചോറിലും രക്തക്കുഴലുകളിലും വൃക്കകളിലും നിശബ്ദമായ ചില കേടുപാടുകൾ ആരംഭിച്ചിട്ടുണ്ടാകും. ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കൂടുതൽ മോശമാക്കുന്നത് എന്താണെന്ന് നോക്കാം. അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന വലിയ ഷുഗർ സ്പൈക്കുകൾ, അഥവാ ഷുഗറിന്റെ അളവിലുണ്ടാകുന്ന ഉയർന്ന അളവിൽ ഇടയ്ക്കിടെ ഷുഗർ കൂടി വരുന്നത്. അതായത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസ് പെട്ടെന്ന് ഉയരുന്നത്. അത് നിയന്ത്രിക്കാൻ ഇൻസുലിൻ വളരെ കൂടുതലായി പുറത്തു വരുന്നുണ്ട്. ഇത് വർഷങ്ങളോളം ആവർത്തിക്കുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതൽ വഷളാകുന്നു. രോഗികൾ പലരുടെയും രോഗം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല, മറിച്ച് വർഷങ്ങളായി രൂപപ്പെട്ട ജീവിതശൈലി പ്രശ്നങ്ങളാണവ. അതിനാലാണ് ഈ ചാനലിലൂടെ ആ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള യഥാർത്ഥ കാരണങ്ങളും അവ തടയുവാനുള്ള മാർഗങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് രക്തത്തിലെ ഷുഗർ സ്പൈക്ക് കുറയാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് തിരിച്ചു മാറാനും അതുപോലെ തന്നെ പ്രീ ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും തടയാനും സഹായിക്കുന്ന ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട മാർഗങ്ങളാണ്. ഇവയിൽ ഏതാണ് ഏറ്റവും പ്രധാനമെന്നത് പറയുവാൻ സാധിക്കില്ല, മറിച്ച് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ളത് വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഈ 20 മാർഗങ്ങളും ഏറ്റവും ഫലപ്രദമാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യത്തേത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്ത് നിങ്ങളുടെ മസിലുകൾ അഥവാ പേശികൾ വർദ്ധിപ്പിക്കുക. ഇതാണ് ഏറ്റവും ശക്തമായ മാർഗങ്ങളിലൊന്ന്. പലരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നേയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് സംഭരിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ഥലം നമ്മളുടെ മസിലുകളാണ്. വ്യായാമം ചെയ്യുമ്പോൾ പേശികൾ ചുരുങ്ങുകയും രക്തത്തിലെ ഗ്ലൂക്കോസ് ഇൻസുലിൻ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പേശികളിലേക്ക് കടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭക്ഷണശേഷം നടക്കുമ്പോൾ ഷുഗർ കുറയുന്നത്.
അതായത് കൂടുതൽ മസിലുകൾ ഉള്ളവർക്ക് കൂടുതൽ ആരോഗ്യമുണ്ടാകുമെന്നാണ് അർത്ഥം. പേശികളുടെ അളവ് കൂടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്ലൂക്കോസ് സംഭരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇൻസുലിനോടുള്ള ശരീരത്തിന്റെ പ്രതികരണം മെച്ചപ്പെടുകയും ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെ കുറയുകയും ചെയ്യും. നിങ്ങൾ ഇതിനായി ഒരു ബോഡി ബിൽഡർ ആവണമെന്നല്ല പറയുന്നത്, മറിച്ച് ആഴ്ചയിൽ ഒരു 2-3 ദിവസം ലളിതമായ ചില സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്താൽ മതി. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്ക്വാട്സ്, അതുപോലെ തന്നെ പുഷപ്സ്, റെസിസ്റ്റൻസ് ബാൻഡ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറിയ ഭാരങ്ങൾ ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ, ഇവയൊക്കെ തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ പ്രധാനമായ ഒരു കാര്യം, നിങ്ങൾ ഇതിൽ സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി ഉണ്ടാവണം എന്നുള്ളതാണ്. കൂടാതെ ഓരോ ആഴ്ചയും വ്യായാമത്തിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരല്പം കൂടി വർദ്ധിപ്പിക്കുകയും ചെയ്യാം. പേശികൾ വളരുമ്പോൾ നിങ്ങളുടെ ഈ മെറ്റബോളിക് ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. ഇനി അടുത്തതായി ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കലാണ്. പലരും പറയുന്നത് പ്രമേഹമുണ്ടെങ്കിൽ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കരുത്. അത് പൂർണ്ണമായും ശരിയല്ല. കാർബോഹൈഡ്രേറ്റുകൾ ഗ്ലൂക്കോസ് ചേർന്നുണ്ടാകുന്ന ഭക്ഷണമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരീരത്തിന് അവ കൈകാര്യം ചെയ്യാൻ കഴിയും. പ്രശ്നം എന്നുള്ളത് കാർബോഹൈഡ്രേറ്റ് അല്ല, മറിച്ച് പ്രശ്നം അത് എത്ര വേഗത്തിലാണ് രക്തത്തിലേക്ക് എത്തുന്നത് എന്നാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുകയല്ല, മറിച്ച് ഷുഗർ പെട്ടെന്ന് ഉയരുന്നത് ഒഴിവാക്കുക. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് മന്ദഗതിയിൽ ദഹിക്കുന്ന കാർബോഹൈഡ്രേറ്റുകൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റുകളുടെ അളവ് നിയന്ത്രിക്കുക. കാർബോഹൈഡ്രേറ്റുകൾ കഴിക്കുമ്പോൾ പ്രോട്ടീനും കൊഴുപ്പും ഫൈബറും ചേർത്ത് കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ രക്തത്തിലെ ഷുഗർ പതുക്കെയേ ഉയരുകയുള്ളൂ. ഇൻസുലിനും വളരെ കുറച്ച് മാത്രമേ ഉയരുകയുള്ളൂ. ഇതാണ് ആരോഗ്യമുള്ള മാർഗം. ഇനി അടുത്തത് ചെയ്യേണ്ടത്, നിങ്ങൾ ലിക്വിഡ് കാലറീസ് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുന്ന ഏറ്റവും വേഗത്തിലുള്ള വഴികളിലൊന്നാണ്. പലരും ആരോഗ്യകരമാണെന്ന് കരുതി കുടിക്കുന്ന പല പാനീയങ്ങളും യഥാർത്ഥത്തിൽ രക്തത്തിലെ ഷുഗർ വളരെ വേഗത്തിൽ ഉയർത്തുന്നവയാണ്. ഉദാഹരണത്തിന് സോഫ്റ്റ് ഡ്രിങ്കുകൾ, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസുകൾ, സ്മൂത്തികൾ, ഇനി പഞ്ചസാര ചേർത്ത കോഫി, എനർജി ഡ്രിങ്കുകൾ, ഇവയൊക്കെ തന്നെ അപകടകരമാണ്. ഈ പാനീയങ്ങൾ കുടിക്കുമ്പോൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന പോലെ ചവയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഫൈബറും വളരെ കുറവാണ്. അതിനാൽ തന്നെ പഞ്ചസാര വളരെ വേഗത്തിൽ രക്തത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ രക്തത്തിലെ ഷുഗർ കുത്തനെ ഉയരും. അതിനെ നിയന്ത്രിക്കാൻ ഇൻസുലിനും വളരെ കൂടുതലായി ഉയരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഫ്രൂട്ട് സ്മൂത്തിയും പ്രശ്നമാണോ? അതെ, പഴം മുഴുവനായി കഴിക്കുമ്പോൾ അതിലുള്ള ഫൈബർ ദഹനത്തെ മന്ദഗതിയിലാക്കും. പക്ഷേ പഴം ബ്ലെൻഡ് ചെയ്താൽ ആ ഫൈബറിന്റെ ഘടന തകരുകയും അപ്പോൾ പഞ്ചസാര വളരെ വേഗത്തിൽ ശരീരത്തിൽ ആഗിരണം ചെയ്യുകയും ചെയ്യും. പലരും പറയുന്നുണ്ട് പഴം ജ്യൂസ് അടിച്ച് കുടിക്കുന്നുണ്ട്, പക്ഷേ അതിൽ പഞ്ചസാര ചേർക്കുന്നില്ലെന്ന്. നിങ്ങൾ അതിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും ഇങ്ങനെ ഷുഗർ സ്പൈക്ക് ഉണ്ടാകാൻ അത് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഷുഗർ പെട്ടെന്ന് ഉയരുകയും അതിനുശേഷം ഇൻസുലിൻ വളരെ കൂടുതലായി പുറത്തു വരികയും പിന്നീട് ഷുഗർ വീണ്ടും വളരെ താഴുകയും ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്ക് ക്ഷീണവും വീണ്ടും വിശപ്പ്, മധുരം കഴിക്കാനുള്ള ആഗ്രഹം, ഇവയൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നത്. അടുത്തതായി കാർബോഹൈഡ്രേറ്റിനൊപ്പം പ്രോട്ടീനും നല്ല കൊഴുപ്പും ചേർക്കുക. കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ദഹനം വളരെ വേഗത്തിൽ നടക്കും. അതിനാൽ തന്നെ ഷുഗർ വളരെ വേഗത്തിൽ ഉയരുകയും ചെയ്യും. പക്ഷേ അതോടൊപ്പം പ്രോട്ടീൻ ഒക്കെ ചേർത്താൽ ദഹനം പതുക്കെയാക്കും. പ്രോട്ടീൻ ആമാശയം പതുക്കെ കാലിയാകാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല കൊഴുപ്പ് ഭക്ഷണം ദഹിക്കുന്ന വേഗത കുറയാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഗ്ലൂക്കോസ് വളരെ പതുക്കെ മാത്രമേ രക്തത്തിലേക്ക് എത്തുകയും ചെയ്യുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ ബ്രെഡിനെ പറ്റി പറയുകയാണെങ്കിൽ വൈറ്റ് ബ്രെഡ് തീരെ കഴിക്കരുത്, മറിച്ച് ഹോൾ വീറ്റ് ബ്രെഡ്, അതായത് ബ്രൗൺ നിറത്തിലുള്ള ഹോൾ വീറ്റ്, അത് നിങ്ങൾ പാക്കറ്റുകൾ നോക്കേണ്ടതാണ്. ബ്രെഡിന്റെ പാക്കറ്റിൽ ഇൻഗ്രീഡിയൻസ് നോക്കി മാത്രം മേടിക്കേണ്ടതാണ്. ഹോൾ വീറ്റ് ബ്രെഡ് ആണെങ്കിൽ ആ ബ്രെഡ് മാത്രം കഴിക്കരുത്, പകരം അത് മുട്ടയും കൂടി കഴിക്കുക. നിങ്ങൾ ചോറ് മാത്രം കഴിക്കരുത്. ചോറിന്റെ കൂടെ നിങ്ങൾക്ക് മീനോ അതുപോലെ തന്നെ ചിക്കനോ ധാരാളം പച്ചക്കറികളൊക്കെ ചേർത്ത് കഴിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കരുത്. ഫ്രൂട്ട്സിന്റെ കൂടെ അല്പം നട്ട്സോ അല്ലെങ്കിൽ കുറച്ച് തൈരോ ചീസോ ഒക്കെ ചേർത്ത് കഴിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഷുഗർ വളരെ കുറച്ച് മാത്രമേ വരൂ. അതുപോലെ തന്നെ കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കുകയും ചെയ്യും. ഇടയ്ക്ക് കഴിക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് കുറയുകയും ചെയ്യും. ഇനി മറ്റ്
അടുത്ത കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇടയ്ക്കിടെയുള്ള സ്നാക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. വർഷങ്ങളായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇടയ്ക്കിടെ ചെറിയ അളവിൽ കഴിച്ചാൽ മെറ്റബോളിസം കൂടും. പക്ഷേ ഇന്ന് ഗവേഷണങ്ങൾ പറയുന്നത് ഇത് ശരിയല്ല. ഓരോ തവണയും ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് ഉയരുക തന്നെ ചെയ്യും. അത് നിങ്ങളൊരു ചെറിയ ഒരു സ്നാക്ക് ആണെങ്കിലും പലപ്പോഴും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ ഒരു ചായ, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ഒരു ജ്യൂസ്, പിന്നെ ഉച്ചഭക്ഷണം, പിന്നെ വീണ്ടും ഒരു ചായ, ഒരു 4 മണി ചായ, പിന്നെ സ്നാക്സ്, പിന്നെ രാത്രി ഭക്ഷണം, അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മധുരം. ഇങ്ങനെയായാൽ ഇൻസുലിൻ ദിവസം മുഴുവൻ ഉയർന്ന നിലയിൽ തന്നെ തുടരും. അപ്പോൾ ഇൻസുലിൻ കുറയുവാൻ നിങ്ങൾക്ക് സമയം ലഭിക്കുകയില്ല. അപ്പോൾ കൊഴുപ്പ് ശരീരത്തിൽ നിന്നും കൊഴുപ്പ് കത്തിപ്പോകില്ല, അല്ലെങ്കിൽ കോശങ്ങൾക്ക് വിശ്രമം ലഭിക്കുകയുമില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതിനെന്താണ് പരിഹാരം? ഭക്ഷണങ്ങൾക്കിടയിൽ നല്ല ഇടവേള നൽകുക എന്നുള്ളതാണ് ഇതിന്റെ പരിഹാരം. ശരിക്കും വിശന്നതിന് ശേഷം മാത്രമേ വീണ്ടും ഭക്ഷണം കഴിക്കാവൂ. നിങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിൽ ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ ശരീരം വളരെ വേഗം അതിനോട് പൊരുത്തപ്പെടുക തന്നെ ചെയ്യും. അടുത്തതായി ചെയ്യേണ്ടത് മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇത് പലരും മറക്കുന്ന ഒരു കാരണമാണ്. സ്ട്രെസ് ഈ മനസ്സിനെ മാത്രമല്ല ഷുഗറിനെയും ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. സ്ട്രെസ് ഉണ്ടായാൽ ശരീരം കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നീ ഹോർമോണുകൾ പുറത്തുവിടും. ഈ ഹോർമോണുകൾ ലിവറിനോട് കൂടുതൽ ഗ്ലൂക്കോസ് പുറത്തുവിടും എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു എമർജൻസി സിറ്റുവേഷനോട് ഒരു പ്രതികരണമായി ആണെങ്കിൽ ഇത് നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഓഫീസിൽ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ രാത്രി കിടന്ന് വിഷമിക്കുമ്പോഴും ഇതേ കാര്യം സംഭവിച്ചാൽ ആ ഗ്ലൂക്കോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല, അത് രക്തത്തിൽ തന്നെ തുടരും. അപ്പോൾ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ വീണ്ടും ഉയരുകയും ചെയ്യും. ദീർഘകാലമായുള്ള സ്ട്രെസ് ഭക്ഷണവുമായി ബന്ധമില്ലാതെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ധ്യാനം, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ പ്രകൃതിയിലൊക്കെ ഒന്ന് നടക്കുക, പ്രാർത്ഥന, ഡീപ്പ് ബ്രീത്തിങ്, കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക, ഇവയെല്ലാം തന്നെ ഷുഗർ നിയന്ത്രണത്തിന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇനി അടുത്ത കാര്യം, ഭക്ഷണം കഴിക്കുന്ന ക്രമം മാറ്റുക എന്നുള്ളതാണ്. ഇത് വളരെ ലളിതമായ ഒരു മാർഗമാണ്, പക്ഷേ വളരെ ശക്തമായ ഒരു ഫലം ഇതിലുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട ശരിയായ ക്രമം: ആദ്യം ഫൈബർ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, പിന്നീട് പ്രോട്ടീനും കൊഴുപ്പും കഴിക്കുക, അവസാനം മാത്രം കാർബോഹൈഡ്രേറ്റ് കഴിക്കുക. എന്തുകൊണ്ടാണ് നോക്കാം. പച്ചക്കറികളിലെ ഫൈബർ ദഹനനാളത്തിൽ ഒരു സംരക്ഷണ പാളി രൂപപ്പെടുത്തുന്നു. അതിനാൽ തന്നെ പിന്നീട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് വളരെ പതുക്കെ മാത്രമേ ആഗിരണം ചെയ്യുകയുള്ളൂ. പഠനങ്ങൾ പറയുന്നത് ഭക്ഷണത്തിന്റെ ക്രമം മാത്രം മാറ്റിയാൽ തന്നെ ഭക്ഷണശേഷമുള്ള ഷുഗർ ലെവലിൽ വളരെ നല്ല അളവിൽ ഷുഗർ ലെവൽ കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഭക്ഷണം മാറ്റേണ്ടതില്ല, മറിച്ച് ഈ ക്രമം തന്നെ മാറ്റിയാൽ മതി. അടുത്തതായി, നല്ല ഉറക്കം ഉറപ്പാക്കുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുന്ന ഏറ്റവും വേഗത്തിലുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഉറക്കക്കുറവ്. ഒരു രാത്രി പോലും ശരിയായി ഉറങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ശരീരത്തിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഉറക്കക്കുറവുണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. കോശങ്ങൾ ഇൻസുലിനോട് വളരെ കുറച്ച് മാത്രമേ പ്രതികരിക്കൂ. രക്തത്തിലെ ഷുഗർ കൂടുതൽ ഉയരുകയും വിശപ്പ് നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ തകരാറിലാവുകയും ചെയ്യും. അപ്പോൾ മധുരവും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ എത്ര മണിക്കൂർ വരെ ഉറങ്ങണമെന്ന് നോക്കാം. ദിവസവും 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. കൂടാതെ എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് തന്നെ ഉറങ്ങുകയും ചെയ്യുക. ഒരേ സമയത്ത് എഴുന്നേൽക്കുക. ഇരുണ്ടതും തണുപ്പുള്ളതുമായ മുറിയിൽ ഉറങ്ങുവാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ, TV എന്നിവ പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക. നല്ല ഉറക്കം ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസവും അതുപോലെ തന്നെ ഇൻസുലിൻ പ്രവർത്തനവും സ്വാഭാവികമായി മെച്ചപ്പെടുകയും ചെയ്യും. അടുത്തതായി, നേക്കഡ് ഷുഗർ ഒഴിവാക്കുക. നേക്കഡ് ഷുഗർ എന്നുള്ളത് മറ്റൊരു ഭക്ഷണവും ഇല്ലാതെ മധുരപലഹാരങ്ങൾ മാത്രം കഴിക്കുന്നത്. ഉദാഹരണത്തിന് ചിലരൊക്കെ ഉണ്ട് ബിസ്ക്കറ്റ് മാത്രം കഴിക്കുന്നത്, അല്ലെങ്കിൽ റസ്ക് കഴിക്കുന്നത്, കേക്ക് മാത്രം, മിഠായി മാത്രം, പേസ്ട്രി മാത്രം, ചോക്ലേറ്റ് മാത്രം. എന്തുകൊണ്ടാണ് ഇത് അപകടകരം ആകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവയിൽ ഫൈബറും പ്രോട്ടീനും നല്ല കൊഴുപ്പും ഇല്ല. അതുകൊണ്ട് തന്നെ പഞ്ചസാര വളരെ വേഗത്തിൽ രക്തത്തിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ വലിയ
ഷുഗർ സ്പൈക്ക് ഉണ്ടാകുകയും വലിയ ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇവയൊക്കെ ഏഹ്, അഥവാ നിങ്ങൾക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അത് കഴിക്കേണ്ടത് നോക്കാം. ആദ്യമായി അത് വെറും വയറ്റിൽ കഴിക്കരുത്. ഭക്ഷണത്തിന്റെ അവസാനത്ത് ചെറിയ ഒരു അളവിൽ മാത്രം കഴിക്കുക. അതിനു മുമ്പ് പച്ചക്കറികൾ, പ്രോട്ടീൻ, നല്ല കൊഴുപ്പ് ഇവയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഷുഗർ വളരെ പതുക്കെ മാത്രമേ വരികയുള്ളൂ. അടുത്ത് ചെയ്യേണ്ടത് ഷുഗർ മാത്രമല്ല, നിങ്ങളുടെ ഇൻസുലിനും പരിശോധിക്കുക. പലരും പരിശോധിക്കുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, HbA1c ഇവ മാത്രമാണ്. പക്ഷേ ഈ രോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ മാത്രമേ ഇവയ്ക്ക് വ്യത്യാസം വരാറുള്ളൂ. നിങ്ങളുടെ ആദ്യം ഉയരുന്നത് എന്താണെന്ന് നോക്കാം. അത് ഇൻസുലിൻ ആണ്. രക്തത്തിലെ ഷുഗർ സാധാരണയായിരിക്കുമ്പോഴും ഇൻസുലിൻ വർഷങ്ങളോളം ഉയർന്ന നിലയിലായിരിക്കാം. അതുകൊണ്ടാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത്. ഉയർന്ന ഇൻസുലിൻ എന്താണ് പറയുന്നത്? നിങ്ങളുടെ ശരീരം രക്തത്തിലെ ഷുഗർ സാധാരണ നിലയിൽ സൂക്ഷിക്കാൻ വളരെ കഷ്ടപ്പെടുകയാണ്. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ആദ്യം വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, പിന്നീടാണ് പ്രമേഹം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രമേഹ സാധ്യതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഈ ഇൻസുലിൻ ടെസ്റ്റ് നിങ്ങളെ സഹായിക്കും. അടുത്തതായി അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഇത് പഞ്ചസാരയുടെ മാത്രം പ്രശ്നമല്ല. ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന പല പാക്കറ്റ് ഭക്ഷണങ്ങളും വ്യാവസായികമായി നിർമ്മിച്ചവയാണ്. അവയിൽ എമൾസിഫയേഴ്സ്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്, പ്രിസർവേറ്റീവ്, സ്റ്റെബിലൈസേഴ്സ് തുടങ്ങി നിരവധി രാസവസ്തുക്കൾ അടങ്ങിയിരിക്കും. ഇവയുടെ പ്രശ്നം ഇവ വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നു, ഷുഗർ വളരെ വേഗത്തിൽ ഉയർത്തുകയും ചെയ്യും, അമിതമായി കഴിക്കാൻ തോന്നുകയും ചെയ്യും. ഇവ കുടലിലെ നല്ല ബാക്ടീരിയകളെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പാക്കറ്റിന്റെ ലേബലിൽ 5ൽ കൂടുതൽ ചേരുവകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവയിൽ പല പേരുകളും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക തന്നെ ചെയ്യുക. മറ്റൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണശേഷം നടക്കുക. ഇതാണ് ഏറ്റവും ലളിതവും ഏറ്റവും ഫലപ്രദവുമായ മാർഗങ്ങളിലൊന്ന്. ഭക്ഷണശേഷം എത്ര സമയം നടക്കണം? ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് എങ്കിലും നടക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നടക്കുമ്പോൾ നിങ്ങളുടെ പേശികൾ പ്രവർത്തിക്കും. അപ്പോൾ അവയ്ക്ക് ഊർജം ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസ് നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഇതിന് ഇൻസുലിൻ വളരെ കുറച്ച് മതിയാകും. സാധാരണ ബ്ലഡിലെ ഷുഗർ കുറയാൻ വേണ്ട ഇൻസുലിൻ ഇതിന് വേണ്ട. മസിലുകൾ നേരിട്ട് തന്നെ സ്പോഞ്ച് പോലെ ഈ ഗ്ലൂക്കോസിനെ ആഗിരണം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ദിവസവും ഇങ്ങനെ ചെയ്താൽ ഭക്ഷണശേഷമുള്ള ഷുഗർ കുറയും, അതുപോലെ തന്നെ ഇൻസുലിൻ കുറയും, ഇൻസുലിൻ റെസിസ്റ്റൻസ് മെച്ചപ്പെടുകയും ചെയ്യും. അടുത്തതായി ശരീരത്തിന്റെ ജൈവ ഘടികാരത്തിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അതനുസരിച്ച് രാവിലെ ഇൻസുലിനോട് നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ പ്രതികരിക്കും. രാത്രിയാകുമ്പോൾ ആ കഴിവ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രാവിലെ കഴിക്കുന്ന ഒരേ ഭക്ഷണം രാത്രി 10 മണിക്ക് കഴിച്ചാൽ നിങ്ങളുടെ ഷുഗർ ലെവൽ കൂടുതൽ ഉയർത്തും എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല പ്രഭാത ഭക്ഷണം കഴിക്കുക, നല്ല ഉച്ച ഭക്ഷണം കഴിക്കുക. രാത്രി കഴിക്കുന്നത് നേരത്തെ അല്പം ലഘുവായി കഴിക്കുക. ഉറങ്ങുന്നതിന് ഒരു 2-3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ചിരിക്കണം എന്ന ഒരു നിയമവും കൂടി പാലിക്കുക. ഇത് ഷുഗർ നിയന്ത്രിക്കാനും ഉറക്കം മെച്ചപ്പെടുത്താനും നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അടുത്തതായി നിങ്ങൾ ശരിയായ പരിശോധനകൾ നടത്തുക. രക്തത്തിൽ ഷുഗർ മാത്രം നോക്കുന്നത് മതിയാകില്ല, മറിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് നേരത്തെ കണ്ടെത്താൻ ശരിയായ പരിശോധനകൾ ചെയ്യേണ്ടതുണ്ട്. പരിശോധിക്കേണ്ട പ്രധാന ടെസ്റ്റുകൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഇത് സാധാരണയായിരിക്കാം, പക്ഷെ അതുകൊണ്ട് മാത്രം നിങ്ങൾ സുരക്ഷിതനാണ് എന്ന് അർത്ഥമില്ല. HbA1c, ഇത് കഴിഞ്ഞ 3 മാസത്തെ ശരാശരി ഷുഗർ കാണിക്കുന്ന പരിശോധനയാണ്. ഇത് സാധാരണ നിലയിലാണെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടി നോക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധനകളിൽ ഒന്ന്. രക്തത്തിലെ ഇൻസുലിൻ എത്രയാണെന്നത് നിങ്ങളെ കാണിക്കും. ഷുഗർ സാധാരണയായാലും ഇൻസുലിൻ വളരെ കൂടുതലായിരിക്കും. അടുത്തത് ചെയ്യേണ്ടത് ലിപ്പിഡ് പ്രൊഫൈലാണ്, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ്സ്, HDL ഇവ ശ്രദ്ധിക്കുക. ട്രൈഗ്ലിസറൈഡ്സ് കൂടുകയും അതുപോലെ തന്നെ HDL കുറയുകയും ചെയ്താൽ അത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ സൂചനയുമായിരിക്കാം. ഇനി ഒരൊറ്റ പരിശോധനയിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കരുത്. ഒരു സാധാരണ ബ്ലഡ് ഷുഗർ റിപ്പോർട്ട് കണ്ടിട്ട് എനിക്ക് ഒന്നുമില്ല എന്ന് കരുതുകയും ചെയ്യേണ്ട. മുഴുവനും ചിത്രം നിങ്ങൾ നോക്കേണ്ടതുണ്ട്. അടുത്തതായി ഭക്ഷണം കഴിക്കുന്ന സമയ പരിധി നിങ്ങൾ കുറയ്ക്കുക. ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും ഇൻസുലിൻ ഉയരും. അതിനാൽ തന്നെ
ദിവസം മുഴുവൻ കഴിച്ചുകൊണ്ടിരുന്നാൽ, ഇടയ്ക്കിടെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നാൽ ഇൻസുലിൻ ഒരിക്കലും കുറയുകയില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കുന്ന സമയം ഒരു 10-12 മണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് രാവിലെ ഒരു 8 മണിക്ക് പ്രഭാത ഭക്ഷണം, വൈകിട്ട് ഒരു 6 മണിക്ക് അവസാനത്തെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. പിന്നീട് രാവിലെ വരെ ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുക. ഇതിന്റെ ഗുണം നിങ്ങൾക്ക് ഇൻസുലിൻ കുറയുകയും അതുപോലെ തന്നെ ശരീരം കൊഴുപ്പ് കത്തിക്കാൻ തുടങ്ങുകയും കോശങ്ങൾ ഇൻസുലിനോട് കൂടുതൽ സെൻസിറ്റീവ് ആവുകയും ചെയ്യും. അടുത്ത് ചെയ്യേണ്ട കാര്യം മദ്യപാനം കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. മദ്യവും ഇൻസുലിൻ റെസിസ്റ്റൻസും തമ്മിൽ ശക്തമായ ഒരു ബന്ധമുണ്ട്. മദ്യം എന്താണ് ചെയ്യുന്നത്? മദ്യം കരളിന്റെ സാധാരണ പ്രവർത്തനം തകർക്കുന്നു. രക്തത്തിലെ ഷുഗർ നിയന്ത്രണം താളം തെറ്റിക്കുകയും ചെയ്യുന്നു. വയറിനുള്ളിലെ വിസറൽ ഫാറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അത് ഉറക്കവും മോശമാക്കുകയും ചെയ്യും. ഇതിന്റെ എല്ലാം കൂടി ഫലം അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും എന്നുള്ളതാണ്. അതിനാൽ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കുറഞ്ഞ ഏതാനും മാസമെങ്കിലും മദ്യം പൂർണ്ണമായി ഒഴിവാക്കുന്നത് നല്ലതാണ്. അടുത്തത് എല്ലാ ഭക്ഷണത്തിലും ഫൈബർ കൂട്ടുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും ലളിതമായ മാർഗങ്ങളിൽ ഒന്ന്. ഫൈബർ എന്താണ് ചെയ്യുന്നത്? ഷുഗർ പതുക്കെ ആഗിരണം ചെയ്യും. വയർ കൂടുതൽ നേരം നിറഞ്ഞിരിക്കുകയും ചെയ്യും. കുടലിലെ നല്ല ബാക്ടീരിയ വളരും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുകയും ചെയ്യും. ദിവസേന എത്ര ഫൈബറാണ് കഴിക്കേണ്ടത്? ശരാശരി ഒരു 30 ഗ്രാം ഫൈബറൊക്കെ എങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. ഇനി എങ്ങനെയാണ് കഴിക്കേണ്ടത്? ഓരോ ഭക്ഷണത്തിലും പച്ചക്കറികൾ, ഇലക്കറികൾ, പയർവർഗ്ഗങ്ങൾ, നട്ട്സ്, ബെറികൾ അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക. അടുത്തതായി നിങ്ങൾ ഭാരം മാത്രം കുറയ്ക്കരുത്, വയറിനുള്ളിലെ കൊഴുപ്പ് കൂടി കുറയ്ക്കേണ്ടത്. പലരും വെയിങ് മെഷീനിൽ മാത്രം ശ്രദ്ധിക്കുന്നു, പക്ഷേ പ്രധാനപ്പെട്ടത് വിസറൽ ഫാറ്റ് ആണ്. അതാണ് അവയവങ്ങൾക്ക് ചുറ്റുമുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത്. ഈ കൊഴുപ്പ് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗ സാധ്യത കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ BMI മാത്രമല്ല നോക്കേണ്ടത്. BMI സാധാരണയായാലും വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് കൂടുതലായിരിക്കാം. അതിനാൽ തന്നെ വയറിന്റെ ചുറ്റളവ് നിങ്ങൾ അളക്കുക. അതിലെ കുറവാണ് യഥാർത്ഥ പുരോഗതി. വയറിലെ കൊഴുപ്പ് കുറയ്ക്കുവാനായി നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ട്രെയിനിങ്, അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണം ഒഴിവാക്കൽ, നടക്കുക, നല്ല ഉറക്കം ഇവയൊക്കെ ഏറ്റവും ഫലപ്രദമാണ്. ഇനി അടുത്തതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മരുന്നുകൾ നിങ്ങളെ സഹായിക്കും, പക്ഷേ ഇതിന്റെ റൂട്ട് കോസ് ഒരിക്കലും പരിഹരിക്കുക എന്നുള്ളതാണ്. മരുന്നുകൾ രക്തത്തിലെ ഷുഗർ കുറയ്ക്കാൻ സഹായിക്കും. അതിലൂടെ പ്രമേഹത്തിന്റെ സങ്കീർണതകൾ കുറയ്ക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടത്, മരുന്നുകൾ രോഗത്തിന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നത്. രോഗത്തിന്റെ യഥാർത്ഥ കാരണം അത് മാറ്റുന്നില്ല. മരുന്നുകൾ ശരീരത്തിലെ കോശങ്ങളെ ഇൻസുലിനോട് കൂടുതൽ പ്രതികരിക്കുവാൻ സഹായിക്കുന്നുണ്ട്. കരളിൽ നിന്ന് അധിക ഷുഗർ പുറത്തു വരുവാനും അവ സഹായിക്കും. ചില മരുന്നുകൾ വിശപ്പ് കുറയ്ക്കാനും അതുപോലെ തന്നെ വയർ കാലിയാകുന്നത് മന്ദഗതിയിലാവാനും അങ്ങനെ ഷുഗർ സ്പൈക്ക് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. എന്നാൽ ഈ മോശം ഭക്ഷണ രീതി, വ്യായാമക്കുറവ്, ഉറക്കക്കുറവ്, സമ്മർദ്ദം ഇവയൊക്കെ തുടർന്നാൽ നിങ്ങൾക്ക് മരുന്നുകൾ മാത്രം മതിയാവില്ല. അപ്പോൾ മരുന്ന് വേണ്ട എന്നല്ല, മരുന്ന് ഒരു സഹായി മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് ജീവിതശൈലിക്ക് പകരമല്ല. നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി വേണ്ടത് ജീവിതശൈലിയിലുള്ള മാറ്റമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അന്തിമമായി നിങ്ങൾ മരുന്നിന്റെ അളവ് കൂട്ടുക എന്നല്ല, മരുന്നിന്റെ ആവശ്യം കുറയ്ക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമായി മാറേണ്ടത്. അടുത്തതായി നിങ്ങൾ ഒന്നിലും ഒരു പൂർണ്ണത വേണമെന്നില്ല. കാരണം എക്സസൈസ് ആയാലും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആയാലും ഭക്ഷണത്തിന്റെ കാര്യമായാലും നിങ്ങൾ അതിലൊരു പെർഫെക്ഷൻ ആഗ്രഹിക്കേണ്ട, മറിച്ച് അതിലൊരു സ്ഥിരത, കൺസിസ്റ്റൻസി മതി. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല, മറിച്ച് അത് വർഷങ്ങളായി രൂപപ്പെട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് മാറുകയുമില്ല. എന്നാൽ നിങ്ങൾക്ക് ഇത് ചെറിയ മാറ്റങ്ങൾ ദിവസേന തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം മാറി തുടങ്ങും. ഉദാഹരണത്തിന് ഭക്ഷണത്തിന് ശേഷം നടക്കുക, കൂടുതൽ പച്ചക്കറി കഴിക്കുക, ആഴ്ചയിൽ 3 പ്രാവശ്യം റെസിസ്റ്റൻസ് വ്യായാമം ചെയ്യുക, നല്ല ഉറക്കം ഉറപ്പാക്കുക, പഞ്ചസാരയും അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണം കുറയ്ക്കുക. ഇവയൊക്കെ ചെയ്താൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് വളരെ വലിയൊരു മാറ്റം ഒന്നും കാണില്ല. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇൻസുലിൻ കുറയുകയും രക്തത്തിലെ ഷുഗർ സ്ഥിരമാവുകയും വയറിലെ കൊഴുപ്പ് കുറയുകയും ഊർജം വർദ്ധിക്കുകയും ഭാരം കുറയുകയും രക്തസമ്മർദ്ദം മെച്ചപ്പെടുകയൊക്കെ ചെയ്യും. ഇനി ഇങ്ങനെ 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യത കുറയുകയും പ്രമേഹ നിയന്ത്രണത്തിലാകുകയും ഫാറ്റി ലിവർ കുറയുകയും ജീവിത നിലവാരം ഉയരുകയൊക്കെ തന്നെ ചെയ്യും. അപ്പോൾ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നുള്ളത് ദീർഘായുസ് മാത്രമല്ല, മറിച്ച് ആരോഗ്യത്തോടെ
ജീവിക്കുക എന്നുള്ളത് കൂടിയാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ചെറിയ ശീലങ്ങളാണ് നിങ്ങൾക്കൊരു 70, 80, 90 വയസ്സിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും സ്വയം ചോദിക്കുക, ഞാൻ ഇന്ന് നടന്നോ? ഞാൻ ഇന്ന് യഥാർത്ഥ നല്ല ഭക്ഷണം കഴിച്ചോ? ഞാൻ ഇന്ന് മതിയായ പ്രോട്ടീനും ഫൈബറും കഴിച്ചോ? ഞാൻ ഇന്ന് നന്നായിട്ട് ഉറങ്ങിയോ? ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. ഇത്തരം ചെറിയ ശീലങ്ങൾ, ചെറിയ വിജയങ്ങൾ, ചെറിയ മാറ്റങ്ങൾ ഇങ്ങനെ വർഷങ്ങളോളം ആവർത്തിക്കുമ്പോൾ അവയാണ് വലിയ ആരോഗ്യ വിജയങ്ങളാകുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള 20 പ്രധാന മാർഗങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. അതായത് ആഴ്ചയിൽ 2-3 ദിവസം റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായും ഒഴിവാക്കാതെ ഷുഗർ സ്പൈക്കുകൾ കുറയ്ക്കുക, പഞ്ചസാരയുള്ള പാനീയങ്ങൾ ഒഴിവാക്കുക, കാർബ്സിനൊപ്പം പ്രോട്ടീനും നല്ല കൊഴുപ്പും കൂടി ചേർക്കുക, ഇടയ്ക്കിടെയുള്ള സ്നാക്കിംഗ് നിർത്തുക, അതുപോലെ തന്നെ സമ്മർദ്ദം നിയന്ത്രിക്കുക, ഭക്ഷണക്രമം ആദ്യം ഫൈബർ പിന്നീട് പ്രോട്ടീൻ അവസാന കാർബ്സ് എന്ന ക്രമത്തിൽ ഭക്ഷണം കഴിക്കുക, ദിവസവും 7-9 മണിക്കൂറെങ്കിലും ഉറങ്ങുകയും ചെയ്യുക, മധുരം ഒറ്റയ്ക്ക് കഴിക്കാതിരിക്കാൻ പകരം ഭക്ഷണത്തിന്റെ അവസാനം ഫൈബറും പ്രോട്ടീനും ഒക്കെ കഴിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. അതുപോലെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഒന്ന് പരിശോധിക്കുക, അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണം ഒഴിവാക്കുക, ഭക്ഷണത്തിന് ശേഷം 10-15 മിനിറ്റ് നടക്കുക, രാത്രി വൈകി ഭക്ഷണം കഴിക്കരുത്, ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്കിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക, HbA1c, ഫാസ്റ്റിംഗ് ഇൻസുലിൻ, ലിപിഡ് പ്രൊഫൈൽ എന്നിവ ഇടയ്ക്കിടെ പരിശോധിക്കുക, 10-12 മണിക്കൂറുകൾ 10 ഭക്ഷണം ഒരു 10 മാക്സിമം 10-12 മണിക്കൂറാണ് സമയമാക്കുക, ബാക്കി സമയം ശരീരത്തിന് ഫാസ്റ്റിംഗ് മോഡിലാക്കുക. അതുപോലെ തന്നെ മദ്യം കുറയ്ക്കുക അല്ലെങ്കിൽ മദ്യം ഒഴിവാക്കുക. ഓരോ ഭക്ഷണത്തിലും ഫൈബറിന്റെ അംശം കൂട്ടുകയും ചെയ്യുക. ഭാരം മാത്രമല്ല, വയറിലെ കൊഴുപ്പ് കുറയ്ക്കുകയും ചെയ്യുക. ഈ മരുന്നുകൾ സഹായകരമാണ്, പക്ഷേ മരുന്നുകൾ ജീവിതശൈലി മാറ്റത്തിന് പകരമല്ല എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തതായി പൂർണ്ണതയല്ല വേണ്ടത്, സ്ഥിരതയാണ് ഏറ്റവും വലിയ മരുന്ന് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നാച്ചുറലായി ഇപ്രകാരം ലൈഫ് സ്റ്റൈൽ മാറ്റാനും ഷുഗർ ലെവൽ കുറയ്ക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. അതുപോലെ ഇത്തരം ഹെൽത്ത് ടിപ്സ് അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക.